പഴം വെച്ചിട്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഉണ്ടാക്കാനെങ്കിൽ ഒത്തിരി ഈസിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതും ഗസ്റ്റൊക്കെ വരുന്നെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ആ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും അത് ചെറു പീസസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. കാഷ്നട്ട് എന്തായാലും ഒഴിവാക്കരുത് കേട്ടോ. അതൊരു പ്രത്യേക ഫ്ലേവറും അതുപോലെ തന്നെ നമ്മളത് കടിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റും കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും വറവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പഴം എടുക്കുന്നുണ്ട്. പഴം ചെറു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പഴമോ 2 പഴമോ നിങ്ങളുടെ ആവശ്യത്തിനനുസരണം എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ കിസ്മിസ് അണ്ടിപ്പരിപ്പും വറുത്ത അതേ പാനിൽ തന്നെ നമുക്ക് ഈ ചൂടായ ശേഷം നമുക്ക് ഈ പഴം ചെറുതായി അരിഞ്ഞത് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പഴം എടുക്കുമ്പോൾ അധികം പഴുപ്പില്ലാത്ത പഴം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒത്തിരി പഴുക്കാത്ത പഴം എടുക്കാതിരിക്കുക. ഒരു മീഡിയം സൈസിലുള്ള അളവിൽ പഴുത്തിട്ടുള്ള പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. പഴം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് എടുക്കുന്നുണ്ട്. ഷുഗർ അധികം വേണ്ടാത്തവർക്കാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുക്കാം. പഴം എടുക്കുന്ന അതേ അളവിനനുസരിച്ചിട്ട് വേണം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ തീരെ ഇനിപ്പില്ലാതാകുന്ന ഒരവസ്ഥയിലാവും. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഒരു പാത്രം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml പാൽ ഒഴിക്കുന്നുണ്ട്. പഴം എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം പാൽ എടുക്കേണ്ടത്. പാലൊന്ന് ചൂടായി വരട്ടെ. ആ സമയം നമുക്കൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഉണ്ടെങ്കിൽ അത് മതിയാകും. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ് കേട്ടോ. ഞങ്ങൾക്കില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഞാൻ ഉള്ളത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് മതിയാകും. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മിക്സ് ചെയ്യേണ്ട രീതിക്കുള്ള പാലൊഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ആ കട്ടയൊക്കെ ഒന്ന് മാറി വരുന്ന കണക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ പാലിപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മിക്സ് ചേർത്ത് കൊടുത്ത് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കൈ എടുക്കാനായിട്ട് പാടില്ല. കോൺഫ്ലവർ ആഡായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്ന് കട്ടയൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കട്ടി കുറുക്കി വരുന്ന പരുവാകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പാലിൽ മധുരത്തിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഷുഗറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പാലിൻ്റെ മിക്സ് തിളച്ച് വരുന്നതായിട്ട് കാണാം. ഇതിലേക്കൊരല്പം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസിന് പകരമായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം. ഒന്ന് കട്ടിപ്പരുവായിട്ടുണ്ട്. അവസാനമായി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ പഴത്തിൻ്റെ മിക്സ് കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരല്പം നേരം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അത് വെന്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഓവറായിട്ട് അത് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരല്പം വെന്ത ശേഷം തിളച്ച് വരുന്നതായിട്ട് കാണാം. ഈ സമയം നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ മിക്സിൻ്റെ പുറത്തായിട്ട് നേരത്തെ ഞാൻ കുറച്ച് വറുത്ത പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വറുത്ത പഴവും അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഒന്ന് അതിൻ്റെ പുറത്തോട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വളരെയധികം ടേസ്റ്റിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു.